ലോകോത്തരഖ്യാതിയുള്ള ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ നിർവീര്യമാക്കിക്കൊണ്ട് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന ഹമാസിനെയും കേരളത്തിൽ അടക്കമുള്ള ഹമാസ് പ്രേമികളെയും മാത്രമല്ല, ലോകത്തെ പലസ്തീൻ അനുകൂല രാഷ്ട്രങ്ങളെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് അത്യാധുനിക ലേസർ അധിഷ്ഠിത മിസൈൽ പ്രതിരോധ സംവിധാനവുമായി ഇസ്രായേൽ യുദ്ധക്കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ലബനിൽ നിന്നുള്ള ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിന് മുകളിലൂടെ പറന്ന ഒരു ഇൻകമിംഗ് റോക്കറ്റിനെ അയൺ ബീം എന്ന ഈ വികസിത ലേസർ രശ്മി വിജയകരമായി തടഞ്ഞുവെന്ന വാർത്ത ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ലേസർ അധിഷ്ഠിത മിസൈൽ പ്രതിരോധ സംവിധാനം യുദ്ധമേഖലയിൽ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അയൺ ഡോം പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമായി നിലനിർത്താൻ വളരെ ചിലവേറിയ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ സ്ഥിരമായ വിതരണം ആവശ്യമാണെങ്കിലും ഒക്ടോബർ ആദ്യവാരത്തിൽ ഹമാസ് ആക്രമണം നടത്തിയതിനു ശേഷം റോക്കറ്റ് ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേൽ നഗരങ്ങളെ സുരക്ഷിതമായി നിലനിർത്താൻ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തെ ശക്തമായി തന്നെ നിലനിർത്തിയിരുന്നു. അത്തരത്തിൽ ഇസ്രായേലിലെ മിസൈൽ ശേഖരം കുറഞ്ഞിരിക്കുകയാണെന്ന വാർത്തകൾക്കിടയിലും ഏറ്റവും പുതിയ ലേസർ അധിഷ്ഠിത മിസൈൽ പ്രതിരോധ സംവിധാനം പരീക്ഷിക്കുവാൻ ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനു നേരെ പ്രയോഗിക്കുന്ന റോക്കറ്റുകൾ ക്വാസം റോക്കറ്റുകളാണ്. ഈ റോക്കറ്റുകളുടെ ചെലവ് 50,000 രൂപയിൽ താഴെയാണ്. ഇത്രയും ചിലവ് കുറഞ്ഞ ഹമാസ് തീവ്രവാദികളുടെ ഒരു റോക്കറ്റിനെ തകർക്കാൻ ഇസ്രായേൽ ചിലവാക്കിയിരുന്ന തുക 1 കോടിക്ക് മുകളിലാണ്. എന്നുവെച്ചാൽ ഒരു ക്വാസം റോക്കറ്റിനെ തകർക്കാൻ ഇസ്രായേൽ അയച്ചിരുന്നത് 2 തമിർ മിസൈലുകളാണ്. ഈ ഭാരിച്ച ചിലവുകൾ കുറയ്ക്കുന്നതിനായാണ് ഇസ്രായേൽ അയൺ ബീം എന്ന സംവിധാനം ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. 2014 ഫെബ്രുവരി 11 സിംഗപ്പൂർ എയർ ഷോയിൽ ഇസ്രായേലി പ്രതിരോധ കരാറുകാരൻ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് അനാച്ഛാദനം ചെയ്ത ഡയറക്ടഡ് എനർജി ആയുധവ്യോമ പ്രതിരോധ സംവിധാനമാണ് അയൺ ബീം. ഇവ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന നേട്ടങ്ങൾ ഓരോ ഷോട്ടിനും കുറഞ്ഞ ചിലവ്, പരിധിയില്ലാത്ത വെടിവെപ്പുകൾ, കുറഞ്ഞ പ്രവർത്തന ചെലവ്, കുറഞ്ഞ മനുഷ്യശക്തി എന്നിവയാണ്. ലേസർ ബീം സൃഷ്ടിച്ചുകൊണ്ട് വായുവിലൂടെയുള്ള ലക്ഷ്യത്തെ ശിഥിലമാക്കുന്ന ലേസർ സംവിധാനമാണിത്. എയർ ഡിഫൻസ് റഡാർ, ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് സംവിധാനങ്ങൾ എന്നിവ ചേർന്നതാണ് അയൺ ബീം ബാറ്ററി. 58 വീടുകൾക്ക് ഒരു ദിവസം വൈദ്യുതി നൽകാൻ പോന്ന 100-150 കിലോവാട്ട് പവർ അയൺ ബീമിലെ 2 ലേസർ തോക്കുകൾക്ക് സെക്കൻഡുകൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. 7 കിലോമീറ്ററുകൾ വരെ ദൂരപരിധിയുള്ള ഈ സംവിധാനത്തിന് ഹ്രസ്വദൂര റോക്കറ്റുകൾ, പീരങ്കികൾ, മോർട്ടാർ ബോംബുകൾ, ഡ്രോണുകൾ എന്നിവയുമായി ഇരട്ട ഹൈ എനർജി ഫൈബർ ഓപ്റ്റിക് ലേസറുകൾ വഴി സമ്പർക്കം പുലർത്തി 4 സെക്കൻഡിനുള്ളിൽ നശിപ്പിക്കാൻ കഴിയും. ആരോ 2, ആരോ 3, ഡേവിഡ് സ്ലിംഗ്, അയൺ ഡോം എന്നിവയ്ക്ക് പുറമെ ഇസ്രായേലിന്റെ സംയോജിത മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ 6ാമത്തെ ഘടകമായിട്ടാണ് അയൺ ബീം പ്രതിരോധ സംവിധാനം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്.